Razi Visions, the guide of madrasa students. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. 1. വഫിഖ്, യോജിപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പെട്ടിക്കോളത്തിലുള്ളവ ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകളാണ്. അനുയോജ്യമായത് ചേർത്തെടുത്ത് എഴുതുക. 1. ഇസ്തവത്ത് സഫീനത്തു നൂഹ് അലൈഹിസ്സലാം. ആൻസർ അലൽ ജൂദി. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടു. അലൽ ജൂദി, ജൂദി പർവ്വതത്തിൻ്റെ മുകളിൽ. 2. മസ്കനു ആദിൻ, ആദി സമുദായക്കാരുടെ താമസ സ്ഥലം. അൻസാർ ബിൽ അഹ്കാഫിലായിരുന്നു. 3. മൗലിദ് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജനനം. ആൻസർ ബിബാബില, ബാബിലോണിയയിൽ ആയിരുന്നു. 4. ബന ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം നിർമ്മിച്ചു. ആൻസർ ബൈത്തുൽ മുഖദ്ദസി, ബൈത്തുൽ മുഖദ്ദസിനെ. 5. അഖ്ഫളു മിൻ സത്ഹിൽ ബഹരി, സമുദ്രനിരപ്പിനേക്കാൾ ഏറ്റവും താഴ്ന്നതായിരുന്നു. ആൻസർ അൽ ബഹറുൽ മയ്യിത്തു, ചാവുകടൽ. 6. ഷജറത്തുൻ ഖുർബ മദിയൻ, മദിയൻ നാട്ടിലുള്ള മരം. ഇടതോന്നുണ്ടായ മരമാണെന്ത്? അൽ ഐക്കത്തു, ഐക്ക. 2ാമത്തെ ആക്ടിവിറ്റി കമ്മിൽ ബിൽ മുനാസിബി മിനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യവ ചേർത്തെടുത്ത് പൂരിപ്പിക്കുക. 1. അൻസലല്ലാഹു അലാ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹി സ്വലാമിൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ആൻസർ 10 സുഹുഫിൻ, 10 ഏടുകൾ. 2. ഇദ്രീസ് അലൈഹിസ്സലാം ഹയ്യുൻ ഫി ഡാഷ്. ആൻസർ അൽ ജന്നത്തി. ഇദ്രീസ് അലൈഹിസ്സലാം സ്വർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇദ്രീസ് അലൈഹിസ്സലാം ഇപ്പോഴും സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജീവിച്ചിരിക്കുന്നുണ്ട്. 3. അവ്വലമൻ ജഅല മക്ക മൗത്തനൻ, മക്കർ പ്രദേശത്ത് ആദ്യമായിട്ടുണ്ടായ താമസക്കാർ. ആൻസർ ജുർഹൂം ഗോത്രക്കാരാണ് മക്കയിൽ ആദ്യമായി താമസമാക്കിയ ആളുകൾ. 4. മക്കസ യാക്കൂബ് അലൈഹിസ്സലാം ഫി മിസ്ര, മഹാനായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിൽ താമസിച്ചു. ആൻസർ 17 സന, 17 വർഷം. 5. അൽഖ യൂസുഫ് അലൈഹിസ്സലാം ഇഖ്വതഹു ഫി ഗയാബത്തി ഡാഷ്. ആൻസർ അൽ ജുബ്ബി, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൻ്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. ഫി ഗയാബത്തുൽ ജുബ്ബി, പൊട്ടക്കിണറ്റിലേക്ക്. 6. അഷദ്ദുന്നാസി ബലാഅൻ, മനുഷ്യരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾ, പരീക്ഷണങ്ങൾ അനുഭവിച്ച ആളുകൾ. അൽ അംബിയ, അംബിയാക്കളാണ്. 3ാമത്തെ ആക്ടിവിറ്റി ഇലാമൻ ഉർസില, ആരിലേക്കാണ് അയക്കപ്പെട്ടത്, നിയോഗിക്കപ്പെട്ടത്. 1. ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാമിനെ ഇലാ ബനി ഇസ്രായേല, ബനി ഇസ്രായേലുകാരിലേക്കാണ് അയക്കപ്പെട്ടത്, നിയോഗിക്കപ്പെട്ടത്. 2. യൂനുസ് അലൈഹിസ്സലാം, ആൻസർ ഇലാ അഹ്ലി നീനുവ, നീനുവ സമുദായത്തിലേക്കാണ് മഹാനായിരിക്കുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചത്. 3. ഷുഐബുൻ അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹി സ്വലാമിനെ ആൻസർ ഇലാ അഹ്ലി മദിയൻ, മദിയൻ നാട്ടിലേക്കാണ് മഹാനായിരിക്കുന്ന ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത്. 4. ലൂത്ത് അലൈഹിസ്സലാം, ആൻസർ ഇലാ അഹ്ലി സദൂം, സദൂം ഗോത്രത്തിൽ സദൂം ജനതയിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹി സ്വലാമിനെ നിയോഗിക്കപ്പെട്ടത്. 4ാമത്തെ ആക്ടിവിറ്റി മൻ ഖാല ലിമൻ ഖാല, ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്. യാ ബുനയ്യ അന അത്റുബക മിൻ സലാസത്തി അയ്യാമിൻ വ അൻത ഫീ ഖബറിൻ തബ്കി,
യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, അന അത്തുർബുക മിൻ സലാസത്തി അയ്യാമിൻ, 3 ദിവസമായിട്ട് ഞാൻ നിന്നെ അന്വേഷിക്കുകയാണ്, തിരഞ്ഞു നടക്കുകയാണ്. ഓ അൻത, ഏത് സ്ഥിതിയിൽ നീയാണെങ്കിലോ ഫി ഖബറിൻ തബ്കി, ഈ ഖബറിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. ഇത് ആരോട് പറഞ്ഞു? സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്നിഹി യഹ്യ, മഹാനായിരിക്കുന്ന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനായ യഹ്യ നബിയോടാണ് ഇത് പറഞ്ഞത്. 2. ലാ തഖ്തുലുഹു അസ അൻ യൻഫഅന ഔ നത്തഖിദഹു വലദ, അവനെ കൊല്ലരുത്, അവന് നമുക്ക് ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അവനെ നമുക്ക് ഒരു ദത്ത് പുത്രനായി വളർത്താമെന്ന് ആരോട് പറഞ്ഞു? ഇംറഅത്തു ഫിർഔന ലി ഫിർഔന, ഫിർഔനിൻ്റെ ഭാര്യ ഫിർഔനിനോട് പറഞ്ഞു. 3. ഇദാ ഖഅതുൽ ഹുക്മി ഫഅ്തിനി ഉഖല്ലിസു ഹഖക, ഇദാ ഖഅതു, ഞാൻ ഇരുന്നാൽ ഹുക്മിൻ, വിധി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്, ഫഅ്തിനി, അപ്പോൾ നീ എൻ്റെ അടുക്കലേക്ക് വരിക, ഉഖല്ലിസു ഹഖക, അപ്പോൾ ഞാൻ നിൻ്റെ വിഹിതം നിനക്ക് വിഹിതിച്ചു തരുന്നതാണ്. ആൻസർ, ദുൽഖിഫിൽ അലൈഹിസ്സലാം ലി ഇബ്ലീസ, ദുൽഖിഫിൽ അലൈഹിസ്സലാം ഇബ്ലീസിനോട് പറഞ്ഞതാണത്. 4. മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന, മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ, താങ്കളുടെ അഹ്ലുകാരോട് മോശമായി ഉദ്ദേശിച്ച ആൾക്കുള്ള പ്രതിഫലം എന്താണ്? ഇല്ല അൻ യുസ്ജന, അവനെ ജയിലിലടക്കാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. ഇതാരാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? സൗജത്ത് മിസ്ര അസീസൻ, മിസ്രിലെ രാജാവ് അസീസിൻ്റെ ഭാര്യ അസീസ് രാജാവിനോട് പറഞ്ഞു. 5ാമത്തെ ആക്ടിവിറ്റി അജിബ്, ഉത്തരം എഴുതാം. മാതാ ഖാല സ്വാലിഹ് അലൈഹിസ്സലാം ലി സമൂദ ലമ്മ അഖറുൻ നാഖത, മാതാ ഖാല സ്വാലിഹ് അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? ലി സമൂദ, സമൂദ് ഗോത്രക്കാരോട്, ലമ്മ അഖറുൻ നാഖത, അവർ ആ ഒട്ടകത്തെ അറുത്ത അവസരത്തിൽ. അല്ലാഹു സുബ്ഹാനഹു തആല ലൂത്ത് നബിക്ക് മുഅ്ജിസത്തായി നൽകിയ ആ പാറക്കാരിൽ നിന്ന് പുറപ്പെടുവിച്ച ഒട്ടകം ഉണ്ടല്ലോ, ആ ഒട്ടകത്തെ അറുത്ത ആളുകളോട് എന്താണ് പറഞ്ഞത്? ആൻസർ, തമത്തഉ ഫീ ദാരിക്കും സലാസത അയ്യാമിൻ വബഅദ ദാലിക അഖദതുഹും റജഫതു ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ. തമത്തഉ ഫീ ദാരിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ സുഖമായി താമസിക്കുക, സലാസത അയ്യാമിൻ 3 ദിവസം. വബഅദ ദാലിക, അതിനുശേഷം അഖദതുഹും റജഫതു, അവർക്ക് ഘോരമായ ഒരു ശബ്ദം പിടിപെട്ടു. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, അങ്ങനെ പ്രഭാതത്തിൽ അവർ അവരുടെ വീടുകൾ മുട്ടുകുത്തിയവരായി കൊല്ലപ്പെട്ടു. 2. ഖാല യൂസുഫ് അലൈഹിസ്സലാം ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വ അഖീഹി ഫമാദാ ഖാല ഇഖ്വതുഹു. ഖാല യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വ അഖീഹി, നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ യൂസുഫിനോടും അവൻ്റെ സഹോദരനോടും എന്താണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഫമാദാ ഖാല ഇഖ്വതുഹു, അപ്പോൾ സഹോദരന്മാർ എന്താണ് മറുപടി പറഞ്ഞത്? അന്നക അൻത യൂസുഫ്, താങ്കൾ യൂസുഫ് നബിയാണോ എന്നാണ് അവർ പറഞ്ഞത്. 3. ഹലഫ അയ്യൂബ് അലൈഹിസ്സലാം ബി അന്നഹു യദ്രിബു സൗജതഹു 100 ദർബത്തിൻ ഫമാദാ അമറഹുല്ലാഹ്. ഹലഫ അയ്യൂബ് അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സത്യം ചെയ്തു, ബി അന്നഹു യദ്രിബുഹു സൗജതഹു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ 100 അടി അടിക്കും എന്ന് പറഞ്ഞു. ഫമാദാ അമറഹുല്ലാഹ്, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിയോട് എന്താണ് കൽപ്പിച്ചത്? ആൻസർ, അൻ യഖുദ ഖബറത മിൻ ഹശീശിൻ വ യദ്രിബഹ ബിഹാ ദർബൻ ലഈഫൻ റുഖ്സതൻ ലഹു. അൻ യഖുദ ഖബറത മിൻ ഹശീശിൻ, പുല്ലിനാലുള്ള ഒരു കെട്ടിനെ പിടിക്കാനും, വ യദ്രിബഹ ബിഹാ ദർബൻ, അതുകൊണ്ട് ചെറിയ അടി അവളെ അടിക്കാനും, റുഖ്സതൻ ലഹു, അത് അദ്ദേഹത്തിനേക്കുള്ള ഒരു റുഖ്സയായിട്ടാണ്, ഒരു വിടുതലായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. 4. നാദാ യൂനുസ് അലൈഹിസ്സലാം മിൻ ബത്നിൽ ഹൂതി, മഹാനായിരിക്കുന്ന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും വിളിച്ചു. മാദാ, എന്ത്? ആൻസർ, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹു നീ അല്ലാതെ
ആരാധനക്കർഹൻ മറ്റാരുമില്ല. സുബ്ഹാനക, നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരിൽ പെട്ടുപോയി. 5. ഖാഫത് ഉമ്മു മൂസ അലൈഹിസ്സലാം ഹീന വലദതുഹു ഖത്ല ഫിർഔന ഫമാദ ഔഹല്ലാഹു ഇലൈഹ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ ഭയപ്പെട്ടു. കുട്ടിയെ പ്രസവിച്ച അവസരത്തിലെ ഫിർഔൻ്റെ ആളുകൾ കുട്ടിയെ കൊല്ലുമോ എന്നുള്ള കാര്യത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ ഭയപ്പെട്ടു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് മഹദിക്ക് വഹി അറിയിച്ചു കൊടുത്തത്? ആൻസർ: അൻഖദിഫിഹി ഫിത്താബൂതി ഫൽഖിഹി ഫിൽ യമി. കുട്ടിയെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് വഹി അറിയിച്ചു കൊടുത്തത്. 6ാമത്തെ ആക്ടിവിറ്റി ഉക്തുബിൽ മദ്ഫന, മറവ് ചെയ്യപ്പെട്ട സ്ഥലം എഴുതാനാണ്. ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാമിനെ മറവ് ചെയ്തത് ഫൗഖ ജബലിൻ അലാ യമീനി ദാഹിബി മിൻ ബൈത്തുൽ മുഖദ്ദസി ഇല റംലത്തി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും റംലയിലേക്ക് പോകുന്ന വഴിയിൽ യമനിൻ്റെ പർവ്വതത്തിൻ്റെ മുകളിലാണ് മഹാനായിരിക്കുന്ന ദാവൂദ് നബി സ്വല്ലല്ലാഹു വസ്സലാമിനെ മറവ് ചെയ്യപ്പെട്ടത്. 2. മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹി സ്വലാമിനെ മറവ് ചെയ്യപ്പെട്ടത് ഇൻദ കസീബുൽ അഹ്മർ, കസീബുൽ അഹ്മറിൻ്റെ അടുത്താണ്. 3. ശുഐബ് അലൈഹിസ്സലാം, ഒറബിയുൽ കഅബത്തി ബൈന ദാറുൻ നദവത്തി വ ദാറുൽ ബനി സഹം, ദാറുൻ നദവയുടെയും ദാറുസഹമിൻ്റെയും ഇടയിൽ കഅബയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് മഹാനായിരിക്കുന്ന ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറവ് ചെയ്യപ്പെട്ടത്. 7ാമത്തെ ആക്ടിവിറ്റി ഉക്തുബ് അസ്മാ ആബാഇൻ സലാസൻ, 3 എന്ത് ചെയ്യാം, ഇവരുടെ പിതാക്കന്മാരുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 4 3 എഴുതിയാൽ മതി എന്നർത്ഥം. 1. സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ പിതാവ് ദാവൂദ് അലൈഹിസ്സലാമാണ്. 2. ഇല്യാസ് അലൈഹിസ്സലാം, ഇല്യാസ് നബി അലൈഹി സ്വലാമിൻ്റെ പിതാവിൻ്റെ പേര് യാസീൻ എന്നാണ്. 3. മൂസ അലൈഹിസ്സലാം, മൂസ നബി സ്വലാമിൻ്റെ പിതാവിൻ്റെ പേര് ഇമ്രാൻ എന്നാണ്. 4. യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ പിതാവിൻ്റെ പേര് ആൻസർ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. 8ാമത്തെ ആക്ടിവിറ്റി ഉക്തുബ് മഅന സലാസിൻ, 3 അർത്ഥം എഴുതുക. 1. അൽ അക്മഹു അന്തൻ. 2. ഹക്കമുൻ വിധി. 3. നുഹാസുൻ ചെമ്പ്. 4. സിബത്തുൻ ഭാഗം, ഗോത്രം എന്നൊക്കെ പറയാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പഠന വഴിയിൽ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.